ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിനായി അന്വേഷണം ഊർജിതം. കേരളത്തിന് അകത്തും പുറത്തും തിരച്ചിൽ. മുൻകൂർ ജാമ്യം തേടി സിദ്ദിഖ് ഇന്ന് സുപ്രീം കോടതിയെ സമീപിച്ചേക്കും. തടസ്സ ഹർജി നൽകാൻ അതിജീവിത. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് ചേരും. PV അൻവർ MLAയും P ശശിക്കെതിരായ ആരോപണം ചർച്ചയായിരിക്കും. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തൽ റിപ്പോർട്ടിൽ സർക്കാരിന്റെ നിലപാട് ഉടൻ. നിർണായക മന്ത്രിസഭായോഗം ഇന്ന്. ADGP MR അജിത് കുമാറിനെതിരെ CPI മന്ത്രിമാർ നടപടി ആവശ്യപ്പെട്ടേക്കും. CPIM നേതാവ് MM ലോറൻസിന്റെ മൃതദേഹം വൈദ്യപഠനത്തിന് വിട്ടു നൽകുന്നതിൽ തീരുമാനം ഇന്നുണ്ടായേക്കും. ഉപദേശക സമിതിക്ക് മുന്നിൽ ഹാജരാകാൻ 3 മക്കൾക്കും നിർദ്ദേശം. 3 പേരും ഇന്ന് നിലപാടറിയിക്കും. ജമ്മു കാശ്മീരിൽ 2ാം ഘട്ട പോളിംഗ്. വോട്ടെടുപ്പ് 26 മണ്ഡലങ്ങളിൽ. ഉമർ അബ്ദുള്ളയും താരിഖാരിയും രവീന്ദ്ര റെയ്നയും ഉൾപ്പെടെയുള്ള പ്രമുഖർ ജനവിധി തേടും. മേഖലകളിൽ സുരക്ഷ ശക്തം. ലെബനിൽ ഹിസ്ബുള്ള ക്യാമ്പുകൾക്ക് നേരെ ആക്രമണം തുടർന്ന ഇസ്രായേൽ. ബെയ്റൂട്ടിലെ മിസൈൽ ആക്രമണത്തിൽ ഹിസ്ബുള്ള കമാൻഡർ ഇബ്രാഹിം മുഹമ്മദ് ഖ്വൈസി കൊല്ലപ്പെട്ടെന്ന് സ്ഥിരീകരണം. പ്രശ്നപരിഹാരത്തിൽ ലോകരാഷ്ട്രങ്ങൾ UN രക്ഷാസമിതിയിൽ ഇന്ന്.